മലയാള സിനിമാലോകത്തെ നിശബ്ദമായൊരു ദുഃഖവാർത്തയാണ് മോഹൻലാലിന്റെ മാതാവ് ശാന്തകുമാരിയുടെ വിയോഗം. 90 വയസ്സുള്ള ശാന്തകുമാരി എറണാകുളം ജില്ലയിലെ എളമക്കരയിലെ വസതിയിൽ അന്തരിച്ചു. വിവരം അറിഞ്ഞതോടെ കൊച്ചിയിലുണ്ടായിരുന്ന മോഹൻലാൽ ഉടൻ തന്നെ അമ്മയുടെ വീട്ടിലേക്ക് എത്തി. കുടുംബത്തിനും നടനുമെല്ലാം അതീവ വികാരനിർഭരമായ നിമിഷങ്ങളായിരുന്നു അത്. പത്തനംതിട്ട ജില്ലയിലെ ഏലന്തൂരിൽ ജനിച്ച ശാന്തകുമാരിയുടെ ജീവിതം ലളിതവും ആത്മാർത്ഥവുമായിരുന്നു. ഭർത്താവ് വിശ്വനാഥൻ നായരുടെ സർക്കാർ സേവനത്തെ തുടർന്ന് കുടുംബം പിന്നീട് തിരുവനന്തപുരം നഗരത്തിലേക്ക് താമസം മാറ്റി. കേരള സർക്കാരിന്റെ നിയമ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിരുന്ന വിശ്വനാഥൻ നായർ ഔദ്യോഗിക ജീവിതത്തിൽ വലിയ ബഹുമാനം നേടിയ വ്യക്തിയായിരുന്നു. വർഷങ്ങളോളം ശാന്തകുമാരി തിരുവനന്തപുരം മുടവൻമുകൾ കേശവദേവ് റോഡിലെ ഹിൽവ്യൂ എന്ന കുടുംബവസതിയിൽ താമസിച്ചു. ആ വീട്ടിൽ കുടുംബത്തിന്റെ അനവധി ഓർമ്മകളും ജീവിത നിമിഷങ്ങളും സൂക്ഷിക്കപ്പെട്ടിരുന്നു. മോഹൻലാലിന്റെ അഭിനയ ജീവിതം വളർന്നുയർന്നതും അവിടെയായിരുന്നു. പിന്നീട് ആരോഗ്യപ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് സ്ട്രോക്ക് ബാധിച്ചതിനു ശേഷം മകന്റെ അടുത്ത് കൂടുതൽ പരിചരണം ലഭിക്കാനായി അവരെ എറണാകുളത്തേക്ക് കൊണ്ടുവന്നു. അമ്മയുമായുള്ള തന്റെ അടുപ്പമുള്ള ബന്ധത്തെക്കുറിച്ച് മോഹൻലാൽ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്. പ്രശസ്തിയുടെ ഉച്ചകോടിയിൽ എത്തിയിട്ടും കുടുംബബന്ധങ്ങൾ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ശക്തിയായിരുന്നു. അമ്മയോടുള്ള സ്നേഹവും ബഹുമാനവും അദ്ദേഹത്തിന്റെ വാക്കുകളിലും പ്രവൃത്തികളിലും എല്ലായ്പ്പോഴും വ്യക്തമായിരുന്നു. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ശേഷം പോലും ആഘോഷങ്ങളെക്കാൾ മുൻഗണന നൽകിയത് അമ്മയെ കാണാനായിരുന്നു. അടുത്തിടെ മാതൃദിനത്തിൽ അമ്മയോടൊപ്പമുള്ള പഴയൊരു ചിത്രം അദ്ദേഹം പങ്കുവച്ചതും ആരാധകരെ ഏറെ സ്പർശിച്ചിരുന്നു. അതൊരു ലളിതമായ ഓർമ്മ പങ്കിടലായിരുന്നെങ്കിലും അതിൽ ആഴമേറിയ സ്നേഹമുണ്ടായിരുന്നു. സിനിമയിലെ കഥാപാത്രങ്ങളോടും അമ്മക്ക് വലിയ മാനസിക ബന്ധമുണ്ടായിരുന്നുവെന്ന് മോഹൻലാൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. സിനിമയുടെ ഭാഗമാണെന്ന് അറിഞ്ഞിരുന്നിട്ടും വില്ലന്മാർ മകനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ അവർക്കു ബുദ്ധിമുട്ടായിരുന്നു. അഭിനയ ജീവിതത്തിന്റെ തുടക്കത്തിൽ നെഗറ്റീവ് വേഷങ്ങൾ ചെയ്ത സമയത്ത് അവൾക്ക് അത് കൂടുതൽ വിഷമമുണ്ടാക്കിയിരുന്നു. ശാന്തകുമാരിയുടെ വിയോഗവാർത്ത അറിഞ്ഞതോടെ മലയാള സിനിമാലോകത്തു നിന്ന് നിരവധി പേർ അനുശോചനം അറിയിക്കാനെത്തി. മെഗാസ്റ്റാർ മമ്മൂട്ടി ഭാര്യ സുൽഫത്തിനൊപ്പം എളമക്കരയിലെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. സിനിമാലോകത്തെ സൗഹൃദവും പരസ്പര ബഹുമാനവും ഈ സന്ദർശനത്തിൽ പ്രതിഫലിച്ചു. ശാന്തകുമാരിയുടെയും കുടുംബത്തിന്റെയും ജീവിതത്തിൽ ദുഃഖം മുമ്പും ഉണ്ടായിട്ടുണ്ട്. ദമ്പതികൾക്ക് 2 പുത്രന്മാരുണ്ടായിരുന്നുവെങ്കിലും മൂത്തമകൻ പ്യാരേലാൽ 2000-ൽ അന്തരിച്ചു. ആ വേദനയ്ക്കിടയിലും കുടുംബത്തെ ഒരുമിച്ച് നിർത്തിയ ശക്തിയായിരുന്നു ശാന്തകുമാരി. ശാന്തകുമാരിയുടെ ഭൗതിക ശരീരം തിരുവനന്തപുരം കൊണ്ടുപോയി അവിടെ അന്തിമകർമ്മങ്ങൾ നടത്താനാണ് സാധ്യത. കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും അനവധി അഭ്യുദയകാംക്ഷികളും അവസാന യാത്രയിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുവേദികളിൽ അധികം പ്രത്യക്ഷപ്പെട്ടിട്ടില്ലെങ്കിലും അവരുടെ ജീവിതം ഒരുപാട് പേരുടെ മനസ്സിൽ ആദരവോടെ നിലനിൽക്കുന്നു. പ്രൊഫഷണൽ രംഗത്ത് മോഹൻലാൽ അടുത്തിടെ വൃഷഭ എന്ന മഹാകാവ്യ സ്വഭാവമുള്ള ആക്ഷൻ ഫാന്റസി ചിത്രത്തിലാണ് അഭിനയിച്ചത്. വെഡ്ര നിർമ്മാതാവ് കെ. ബാലാജിയുടെ മകൾ സുചിത്രയെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. മക്കളായ പ്രണവും വിസ്മയയും ചേർന്ന് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അമ്മ ശാന്തകുമാരി നൽകിപ്പോയ മൂല്യങ്ങളും ഓർമ്മകളും അദ്ദേഹത്തിന്റെ ജീവിതയാത്രയിൽ എന്നും വഴികാട്ടികളായിരിക്കും.